ക്രിസ്ത്യാനിയും ജൂതനും തമ്മിൽ എന്ത് ബന്ധം? അല്ലെങ്കിൽ ക്രൈസ്തവർക്ക് എന്താണ് ജൂതനോടും ഇസ്രായേലിനോടും ഇത്ര സ്നേഹം എന്നിങ്ങനെ തുടങ്ങിയ ഒട്ടേറെ ചോദ്യങ്ങളാണ് ഈ സമീപകാലത്ത് ഉയർന്നു കേൾക്കുന്നത്. അതിനൊരു ഉത്തരമാവട്ടെ ഈ വീഡിയോ. എൻ്റെ ഒരു സ്നേഹിതനും ജ്യേഷ്ഠതുല്യനുമായ സുനിൽ അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച ഒരു കുറിപ്പിൽ നിന്ന് തുടങ്ങാം. കാര്യങ്ങൾ ചുരുക്കി പറയേണ്ട കാര്യങ്ങൾ മാത്രം വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഞാനത് വായിച്ച് കേൾപ്പിക്കാം. പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് പുതിയ നിയമം. യഹൂദമതത്തിൻ്റെ തുടർച്ചയാണ് ക്രിസ്തുമതം. ജൂതൻ്റെ ദൈവമായ യാഹ്വേ ക്രിസ്ത്യാനിയുടെ പിതാവായ ദൈവമാണ്. അതായത് ജൂതൻ്റെയും ക്രിസ്ത്യാനിയുടെയും ദൈവം ഒന്ന് തന്നെ. കേട്ടിട്ടില്ലേ ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവമെന്ന് ക്രിസ്ത്യാനികൾ പാടുന്നത്? ക്രിസ്ത്യാനിയുടെ ബൈബിളിലെ പഴയ നിയമത്തിലെ ആദ്യ ഭാഗങ്ങളാണ് ജൂതൻ്റെ വിശുദ്ധ ഗ്രന്ഥമായ തോറ. ബൈബിളിൽ പറയുന്ന സംഭവങ്ങളെല്ലാം ഇസ്രയേലിലാണ് നടന്നിരിക്കുന്നത്. അവസാന നാളുകളിൽ, അതായത് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് മുൻപ്, ജൂതന്മാർ ഈശോയെ ദൈവപുത്രനും ഏകരക്ഷകനുമായി സ്വീകരിക്കുമെന്ന് ഞങ്ങൾ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു. ഇങ്ങനെ പോകുന്നു ആ കുറിപ്പ്. പറയേണ്ടത് കൃത്യമായി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹം എഴുതി വെച്ചു. ഇതേക്കുറിച്ച് മറ്റൊരു വിശദീകരണം ആവശ്യമാണോ എന്ന് തോന്നുന്നില്ല. എങ്കിലും കുറച്ചുകൂടി വ്യക്തമായി പറയാം. വാസ്തവത്തിൽ ഞാൻ പറയാൻ പോകുന്നതും ഇതിനോട് സമാനമായ മറ്റൊരു വിവരണമാണ്. പക്ഷേ കുറച്ചുകൂടി വിശദമായി കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം. ലോകത്തിലെ രണ്ട് അബ്രാഹമിക് മതങ്ങൾ, ഒന്ന് ജൂതമതം, രണ്ട് ക്രിസ്തുമതം. വിശ്വാസപരമായും ചരിത്രപരമായും ദൈവശാസ്ത്രപരമായും ഇതിന് ഉപോത്ബലകമായി അനേകം തെളിവുകളും സാക്ഷ്യങ്ങളും നമുക്ക് ചുറ്റും സത്യമായി നിലകൊള്ളുന്നു. ജൂതൻ്റെ മതത്തിൻ്റെ തുടർച്ചയാണ് ക്രിസ്തുമതം. പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് പുതിയ നിയമം. ഈ രണ്ട് മതങ്ങളും ആരും സ്ഥാപിച്ചില്ല. ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരായ ഇസ്രയേലിൻ്റെ വിശ്വാസത്താൽ പടുത്തുയർത്തപ്പെട്ടതാണ് ജൂതൻ്റെ മതം. അതും ദൈവത്തിൻ്റെ മാനുഷിക പിറവിയായ ക്രിസ്തുവിനും 19 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ. ഏകലോകരക്ഷകനായ ക്രിസ്തുവിനെ പിന്തുടർന്ന് പുത്തൻ ഇസ്രായേലായ ക്രിസ്ത്യാനിയുടെ വേദപുസ്തകം നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന ബൈബിളിൻ്റെ പഴയ നിയമമോ ജൂതൻ്റെ വേദപുസ്തകമായ തോറായും. ദൈവം ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ കൂടെ നടന്നവരും അവനിൽ നിന്ന് പഠിച്ചവരും അവൻ്റെ പരസ്യ ജീവിതത്തിനും പീഡാസഹനങ്ങൾക്കും കുരിശുമരണത്തിനും ഉത്ഥാനത്തിനും എന്തിന് സ്വർഗാരോഹണത്തിനും സാക്ഷിയായവർ പല സ്ഥലങ്ങളിലിരുന്ന് പല വീക്ഷണകോണുകളിലിരുന്ന് എഴുതിയതാണ് പുതിയ നിയമം. ഇവരെല്ലാവരും എഴുതി സാക്ഷ്യപ്പെടുത്തിയത് ചരിത്രപരമായോ വിശ്വാസപരമായോ പരസ്പര വിരുദ്ധത ഒട്ടില്ലതാനും. അവരെല്ലാവരും ഒരുപോലെ പറയുന്നു ഈശോ ദൈവം തന്നെയെന്ന്, ദൈവം കുരിശിൽ കയറിയെന്ന്, ഈശോ മരിച്ച് അടക്കപ്പെട്ടുവെന്ന്, ഈശോ ഉയർത്തുവെന്ന്, ഈശോ സ്വർഗാരോഹണം ചെയ്തുവെന്ന്, ഈശോ തൻ്റെ ആത്മാവിനെ വർഷിച്ചുവെന്ന്. പരിശുദ്ധ പിതാവ് റോമിലെ ഒരു സിനഗോഗിൽ പറഞ്ഞ പ്രസംഗം വളരെ ശ്ലാഘനീയമാണ്. ക്രൈസ്തവർ യഹൂദ വേരുകൾ പങ്കിടുന്നവരാണ്. ക്രൈസ്തവർക്ക് തങ്ങളെ തന്നെ മനസ്സിലാക്കാൻ യഹൂദമതം ആവശ്യമാണ്. യഹൂദരും ക്രൈസ്തവരും തമ്മിൽ സംവേദിക്കേണ്ടതിൻ്റെ ആവശ്യകതയുമുണ്ട്. യഹൂദ ക്രിസ്ത്യൻ സംവാദം മതപരമല്ലെന്നും കുടുംബ വിഷയമാണെന്നും ഫ്രാൻസിസ് പാപ്പ കൂട്ടിച്ചേർത്തു. 1986 വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ യഹൂദരെ ജ്യേഷ്ഠ സഹോദരർ എന്ന് വിളിച്ചതും നമുക്കിവിടെ ഓർക്കാം.